ഹായ് ഓൾ, നമ്മൾ ഈയിടെയായിട്ട് എപ്പോഴും കേൾക്കുന്നൊരു വാക്കാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് അല്ലേ. സീക്രട്ട് എന്ന് പറയുന്ന ബുക്ക് ഇറങ്ങിയ ശേഷമാണ് അത് വളരെ പോപ്പുലറായത്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സെലിബ്രിറ്റികളും ഇപ്പോൾ മാനിഫെസ്റ്റേഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ജീവിതം മാനിഫെസ്റ്റേഷൻ കൊണ്ട് കുറേയൊക്കെ തിരിച്ചു പിടിച്ചൊരു വ്യക്തിയാണ്. അപ്പം എങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ടതെന്നുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചായിരുന്നു. അപ്പോൾ അതിനൊരു മറുപടി ആയിട്ടും കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാജിക് ഒന്നുമല്ല. നമ്മൾക്ക് എന്താകണം എന്ന് ആഗ്രഹിക്കുന്നു അതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഗോൾ വയ്ക്കുക, അതിനുവേണ്ടി അല്ലെങ്കിൽ നമ്മളതായി എന്നുള്ള രീതിയിൽ തന്നെ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിനെയാണ് നമ്മൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഞാനിപ്പോൾ ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്തത്. ഇപ്പം അതാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ സോഷ്യൽ സയൻസ് വലിയൊരു ക്ലാസ് റൂമിനെ പഠിപ്പിക്കുന്നതായിട്ട് എപ്പോഴും സങ്കല്പിക്കുമായിരുന്നു. നിറയെ കുട്ടികളുള്ളൊരു ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു, എൻ്റെ കുട്ടികൾക്ക് നല്ല മാർക്ക് കിട്ടുന്നു, സോഷ്യൽ സയൻസ് ടീച്ചറായതിനു ശേഷം ഞാൻ എന്തൊക്കെ ചെയ്യും എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിരന്തരം മനസ്സിൽ ചിന്തിക്കുകയും എൻ്റെ ജേർണലിങ്ങിൽ എഴുതുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അത് പ്രോസസ്സായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ മാനിഫെസ്റ്റ് ചെയ്തൊരു കാര്യമാണ് എൻ്റെ പ്രഗ്നൻസി എന്ന് പറയുന്നത്. അത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മോള് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞുണ്ടാകുന്നതിനെ കുറിച്ചിട്ടും കുഞ്ഞിനെ കൈ കിട്ടുന്നതായിട്ടും കൊഞ്ചിക്കുന്നതായിട്ടും ഒക്കെ ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനെല്ലാത്തിനും ഒരു ഡിവൈൻ സമയമുണ്ട്, ഒരു ദൈവികമായിട്ടുള്ള സമയമുണ്ട്. ആ സമയത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. നമ്മൾക്ക് ധൃതി പാടില്ല. ഉദാഹരണത്തിന് എൻ്റെ കാർ, എനിക്ക് ഒരു ഓൾട്ടോ K10 വാങ്ങിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അതിതുവരെ നടന്നിട്ടില്ല. അപ്പം എന്നാലും നമ്മളതിലൊരിക്കലും നിരാശപ്പെടാൻ പാടില്ല. നമ്മൾ ആ കാറ് കിട്ടിക്കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സ്ഥിരമായിട്ട് ചിന്തിക്കാവുന്നതാണ്. പിന്നെ ആ ഒരു ദൈവികമായിട്ടുള്ള സമയത്തിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതേപോലെ ഇപ്പോൾ വീടൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു വിഷൻ ബോർഡൊക്കെ ക്രിയേറ്റ് ചെയ്യും. ഇന്നത്തെ കാലത്ത് ജെമിനിയൊക്കെ ഉള്ളതുകൊണ്ട് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ വീടിൻ്റെ അകം എങ്ങനെ വേണം എന്നൊക്കെ ഉള്ളത് നമുക്ക് ഈ ഒരു വിഷൻ ബോർഡിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ സ്മെൽസൊക്കെ നമുക്ക് റിക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ വീട്ടിലെ എന്ത് അഗർബത്തി ഒക്കെ നമുക്ക് കത്തിച്ച് നമുക്ക് ആ സ്മെൽസൊക്കെ റിക്രിയേറ്റ് ചെയ്യാം. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ആ ഒരു ദൈവികമായ ശക്തിക്ക് സറണ്ടർ ചെയ്യുക. അത് നടക്കേണ്ട സമയത്ത് കറക്റ്റായിട്ട് നമ്മളിലേക്ക് വന്നോളും. പിന്നെ ജേർണലിങ്, നമ്മൾക്ക് എന്താകണം എന്നാഗ്രഹമുണ്ടോ അത് നമ്മൾ കറക്റ്റായിട്ട് എല്ലാ ദിവസവും അതായി എന്നുള്ള രീതിയിൽ നമ്മൾ ജേർണൽ ചെയ്യുക. അതുപോലെ നന്ദി പറയുക. പിന്നെ മാനിഫെസ്റ്റേഷനിൽ പൂർണ്ണമായിട്ട് ട്രസ്റ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഇതിൻ്റെ ടെക്നിക്ക്.